പ്രണയിക്കുന്ന സമയത്ത് സഫ റിഫാനെ കുറിച്ച് ചോദിച്ചിട്ടില്ലേ? ജംഷാദ് തോണ്ടുന്ന ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് മാനു അടുത്ത് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് മാനു പറഞ്ഞത് റിഫാന്റെ ഫ്രണ്ടാണ് ഈ ജംഷാദ് എന്ന്. അപ്പോൾ മാനുവിന് ഇഷ്ടമല്ല ജംഷാദ് ഇവരുടെ കൂടെ. ഒരു 2 റൂമിലായിട്ട് ഇവർ താമസിച്ചത് ദുബായില്. 2 BHK പോലത്തെ ഒരു 2 റൂമിലാണ് ഇവർ താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ മാനുവിന് ഇഷ്ടമല്ല ജംഷാദിനെ ഇങ്ങനെ റൂമിൽ കാണുന്നതൊന്നും ഇഷ്ടമല്ല. ഇവളുടെ ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ഇവളോട് തോണ്ടിയപ്പോൾ ഇവള് മനഃപൂർവ്വം പറയാത്തതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ആ ഒരു തോണ്ടിയ കേസ് പറഞ്ഞത്. പിന്നെ തല്ലിയ കേസൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവള് ചിലപ്പോൾ വെറുതെ പറഞ്ഞതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചോദിക്കാൻ അയാൾ ഈ ലോകത്തില്ലല്ലോ. ഇപ്പോഴുള്ള കാര്യങ്ങൾ റിഫാക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് പുള്ളിനെ നല്ല തളർത്തി. മെഹനാസിന്റെ ഫാമിലി ആയിട്ട് സഫ അറ്റാച്ച്ഡ് ആയതിനു ശേഷം എന്തെങ്കിലും ഒരു കാര്യം റിഫയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടില്? ഉമ്മയായിട്ട് സംസാരിക്കുക. ഉമ്മ പറഞ്ഞത് ഇതുപോലെ റിഫക്ക് തെറ്റി പറ്റിയിട്ടുണ്ട്. റിഫ ഉമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എനിക്ക് തെറ്റി പറ്റി എന്നൊരു വാർത്ത ഉമ്മ അടുത്ത് പറഞ്ഞെന്നാ പറഞ്ഞേ. പിന്നെ റിഫ ഇതുപോലെ ഫോൺ വിളിക്കണതൊക്കെ ഉമ്മ കണ്ടെന്നാ പറഞ്ഞേ. അവര് അതുപോലെയാണ് റിഫാനെ നോക്കിയെന്നും പറഞ്ഞിട്ടുണ്ട്. സത്യം നമുക്കറിയില്ല, ഇത് കേട്ടില്ല, ഞാൻ കേട്ടതാണ്. ഒരു ഉമ്മ പറയുമ്പോൾ നമ്മെല്ലാം വിശ്വസിക്കുമല്ലോ. അതെ. അപ്പോൾ സഫയ്ക്ക് മെഹനാസിനോട് തോന്നിയ ഒരു ഇഷ്ടം എന്തായിരുന്നു? ഒരു സഹതാപമായിരുന്നോ? സഹതാപം ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്യാണ്ട് കുറ്റക്കാരനായി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ, ഇനി ഇത്രയും അനുഭവിച്ചിട്ട് വന്ന് നിൽക്കുമ്പോൾ സഫയ്ക്ക് എന്താ തോന്നുന്നത്? റിഫ ചെയ്തതിൽ കാര്യമുണ്ടാവാം, അല്ലെങ്കിൽ റിഫയുടെ ഭാഗത്തൊന്നും തെറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മുടെ പാർട്ട്ണർ നമ്മളോട് പെരുമാറണമെങ്കിൽ നമ്മൾ സ്വാഭാവികം മേ ബി ഒരു റിലേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് മാനുവിൻ്റെ. സഫയുടെ 3ാമത്തെ ഒളിച്ചോട്ടമാണ് ഇത് എന്നുള്ള കാര്യം. 3ാമത്തെ ആണോ ഇത്? 3ാമത്തത് ഫസ്റ്റത്തെ അറേഞ്ച് മാരേജ് ആയിരുന്നു. സെക്കൻഡ് ഇതുപോലെ ഒളിച്ചോട്ടല്ല, വീട്ടിൽ വന്ന് ചോദിച്ചു, പാപ്പിച്ച് നിക്കാഹ് ചെയ്തളഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് മെഹനാസിന്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെ ആയിരുന്നോ? മുന്നേ നമ്മള് കണ്ടുമുട്ടി പരിചയപ്പെട്ട സമയത്ത് ഈ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മുന്നത്തെ ഹസ്ബൻഡ് എന്നെ ഒരു പിച്ചിട്ട് പോലും എന്നെ ദേഹത്ത് നോവിച്ചിട്ടില്ല, ശരീരഭാഗത്ത് ഒരു നോവിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വെച്ചിട്ട് ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടല്ലോ. നമുക്ക് ആദ്യത്തെ അനുഭവം, എൻ്റെ ബാബ്ജി പോലും നമ്മളെ തല്ലിയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു തല്ല് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ 2 വർഷം എടുത്ത ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാനാണോ? ഇപ്പോഴും എന്ത് ക്യാരക്ടർ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഈ അടുത്ത് വരെ പ്രശ്നം നടക്കുമ്പോൾ ഇടക്ക് വിളിച്ചിട്ട് കരയും, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യപ്പെടും, നിനക്ക് ഞാൻ കാണിച്ചു തരാടി, നീ ഇന്ന് അറിയൂ എൻ്റെ സ്വഭാവം എന്താ, അങ്ങനെ പറയും. കുറച്ച് കഴിയുമ്പോൾ വേറൊരു സ്വഭാവം. അങ്ങനെ പെട്ടെന്ന് ക്യാരക്ടർ മാറുന്ന ഒരു വ്യക്തി. മെഹനാസ് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു പേടിയുണ്ടോ? ഇപ്പോൾ ഉണ്ട്. ഈ അടുത്ത് മിനാന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു, അവളവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുട്ടിയായിട്ട് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പേടി. കാരണം അത്രയും ടൈറ്റുള്ള ലോക്ക് തല്ലി പൊട്ടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ അടിയത്തെ കുറ്റി തുറന്ന് കയറാൻ പറ്റും. മാനു ദേഷ്യം വന്ന മാനു അല്ല. മാനു എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദേഷ്യം വന്ന ഞാനല്ല അതൊന്നും ആ ദേഷ്യം കാണിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് എറിഞ്ഞ എന്തെങ്കിലും അയക്കാനെ കുട്ടിക്ക് ബാധിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് ഏറ്റവും ടെൻഷൻ. 8 മാസമുള്ള മോനെയും കൊണ്ടിട്ടാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മീൻസ് മാനു ഊബർ ഓടിക്കാൻ പോകുമ്പോഴൊക്കെ രാവിലെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കാറ്. മാനു ഉള്ള സമയത്ത് കുറച്ചു നേരം ഒന്ന് കുട്ടീനെ കൊടുത്ത് ഒന്ന് നോക്കുന്ന പറഞ്ഞാൽ പറയും, നീ ഒറ്റയ്ക്കുള്ളപ്പോൾ നീ എന്താക്കല് കൊച്ചിനെ, അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയും. കുട്ടിയായിട്ട് ഒറ്റയ്ക്കുള്ളപ്പോൾ എല്ലാവരും പറയും, മാനു ഉണ്ടായിട്ട് പോലും മാനു എന്തോന്ന് കൊച്ചിനെ എടുക്കാത്തെന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട്. ഫസ്മിനയ്ക്ക് സഫേനോട് എന്തായിരിക്കും ഒരു ദേഷ്യം? മേ ബി അവൾക്ക് ചിലപ്പോ ലല്ലുവായിട്ട് പിരിഞ്ഞാലും ഒരു ഹസ്ബൻഡ് വേറൊരു പെണ്ണായിട്ട് പോകുമ്പോ ഒരു ഇതുണ്ടാവുമല്ലോ. മേ ബി അത് വെച്ചിട്ടായിരിക്കും. ഇതുപോലെ മുന്നേ ഫസ്മിനെ എന്നെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കുമല്ലോ. മീൻസ് അവള് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് ചെയ്യണ സമയത്ത് ഞാൻ ഫസ്മിനായിട്ട് ഞാൻ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാനു എൻ്റെ അടുത്ത് പറഞ്ഞത്, അവളായിട്ട് നീ കമ്പനി വെക്കണ്ട, അവള് വേറെ കുറെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തൊപ്പിന്റെ ഫ്രണ്ടാന്ന് തോന്നുന്നു, ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ച് എനിക്ക് റെക്കോർഡ് കേൾപ്പിച്ചു തന്നു. ഫസ്മിനായിട്ട് അടുത്ത് കൂടണ്ടാന്ന് പറഞ്ഞേക്ക്, തൊപ്പിട്ടിട്ട് പോയത് കുറെ കാരണങ്ങളുണ്ട്, അപ്പോൾ അവളുടെ അടുത്തൊക്കെ അധികം കൂടണ്ട എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാനു. അത് എന്നിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ ഫസ്മിനെ അടുത്ത് പറഞ്ഞു, മാനു വരെ നിന്റെ ക്യാരക്ടർ നീ ഇതൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞ ഒരാളാണ് മാനു, ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒരു ഘട്ടമല്ലേ എന്ന് പറഞ്ഞ മാനു അങ്ങനെ പറയൂല എന്നൊരു വാക്ക് പറഞ്ഞു ഫസ്മിന. കേസിന് ശേഷം ഇപ്പൊ ലല്ലു വിളിച്ചു, ലല്ലു ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് കേസിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ കാര്യങ്ങളല്ലാതെ ലല്ലു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നോ? വേറെ ഒന്നും പറഞ്ഞില്ല. ഞാനപ്പോൾ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളുടെ കൂടെ എങ്ങനെ നീ ജീവിച്ചു എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അതാണ് ഇവളുടെ ക്യാരക്ടർ. മീൻസ് കുറെ കാര്യങ്ങൾ ഇവരുടെ ഇടയിലും ഉണ്ട്, അവന്റെ കയ്യിലും കുറെ കാര്യങ്ങളും തെളിവുകളൊക്കെ ഉണ്ട്. പിന്നെ അവൻ ഇടാത്തത് അവനും കേസായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അവന് ആദ്യം മുന്നൊന്നും ഇല്ലല്ലോ, ഇവള് വന്നതിന് ശേഷമല്ലേ വന്നത്. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കാനും പുള്ളിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്.
ഈ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരോട് സഫയ്ക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് ഇപ്പൊ അതല്ലേ പറയാനും പറ്റുള്ളൂ. ഇപ്പൊ അത് ഓരോരുത്തർ പറയണ അനുസരിച്ചല്ലേ അവർക്കും. അതന്നെയാണ് ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ. മനുഷ്യന്മാരല്ലേ. സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് സഫയുടെ മൂന്നാമത്തെ ഒളിച്ചോട്ടമാണ് ഇത് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു കമന്റ് വരാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച വരാനുള്ള കാരണം എന്തായിരുന്നു? മൂന്നാമത്തെ ആണോ അല്ലെങ്കിൽ? അല്ല, ഫസ്റ്റത്തെ അറേഞ്ച് മാരേജ് ആയിരുന്നു. സെക്കൻഡ് ഇതുപോലെ ഒളിച്ചോട്ടല്ല, വീട്ടിൽ വന്ന് ചോദിച്ചു, പാപ്പിച്ച് നിക്കാഹ് ചെയ്തളഞ്ഞു. അതാണ് മെഹനു. ഇത് മൂന്നാമത്തത് എനിക്കറിയില്ല. മൂന്നാമത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായതല്ല. ഇപ്പൊ പലരും പറയുന്നുണ്ട്, ഇപ്പൊ സഫ പറയുന്നു ഫ്ലാറ്റ് എടുത്തിട്ട് ആലുവയിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എന്തുകൊണ്ട് വീട്ടിൽ പോയി നിൽക്കുന്നില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വീട്ടിൽ പോയി നിൽക്കാത്തെ? വീട്ടിൽ പോയി അവരുടെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല. മീൻസ് ഇടയ്ക്കാണെങ്കിൽ ചിലപ്പോ ഉമ്മിച്ച് പറയുമല്ലോ, നിന്റെ അടുത്ത് ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ, അത് ഏതൊരു പറയും. പക്ഷെ എനിക്ക് അത് കേൾക്കുമ്പോഴായിരിക്കും എന്റെ മൈൻഡ് മീൻസ് ഡിപ്രസ്ഡ് ആവാ. ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനാണോ പ്ലാന്? ഇപ്പോ പറയുകയാണെങ്കിൽ 23 വയസ്സേ ഉള്ളൂ, കുട്ടീനെ, ചെറിയ കുട്ടിയാണ്, മോനാണ്. ആ മോനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല, ആകെപ്പാടുള്ളത് വണ്ടി ഊബറിന് കൊടുത്തേക്കുന്നു എന്ന് മാത്രമാണ്. ആ ഒരു വരുമാനം കൊണ്ടിട്ട് കുട്ടീനെ നോക്കിട്ട് ആവൂല. പിന്നെ കേസും കാര്യങ്ങളും, ആരാ കൂടെ ഉള്ളത് ചെയ്യാനായിട്ട്, സഹായിക്കാനായിട്ട്? കൂടെ സഹായിക്കാൻ അങ്ങനെ വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് തന്നെയാണോ കേസിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? അപ്പൊ ഇത്തരത്തില് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. അവരാരും ഇപ്പൊ കൂടെ ഇല്ല. ഇപ്പോ കുറച്ച് ഗേൾസ് ഫ്രണ്ട്സ് അല്ലാണ്ട് ബോയ്സ് അങ്ങനെ ഇപ്പൊ ആരുമില്ല കമ്പനി. നിങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ലൈക് സഫയ്ക്ക് മുന്നേ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ഈ മാനുവിന്റെ മാരേജിന് ശേഷം എല്ലാവരായിട്ടുള്ള കോണ്ടാക്ട് നിർത്തിയോണ്ട് നമ്മൾക്ക് മെസ്സേജ് അയക്കാനും വേറെ കാരണങ്ങളൊന്നുമില്ല. ഒരു വട്ടാട്ടെ തൻസിക്ക ഇതുപോലെ വീട് വേണമെന്ന് പറഞ്ഞു കൊച്ചിയിൽ ഷൂട്ടിന്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കോണ്ടാക്ട് ആക്കി, എടാ ഒരു വീട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഒരു ചാറ്റ് കണ്ടപ്പോൾ തന്നെ മാനു ഫോൺ വാങ്ങിച്ചിട്ട് തെറിയൊക്കെ വിളിച്ചിട്ട് അവനെ ഇതിലേക്ക് ഇനി മെസ്സേജ് അയക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇത്തരത്തിലൊരു ന്യൂസ് വന്നപ്പോ അതിനുശേഷം ലല്ലു കോണ്ടാക്ട് ചെയ്തു, കേസിന്റെ കാര്യങ്ങൾ ഒരുമിച്ച് പോവാന്നുള്ള കാര്യത്തിലൊക്കെ ആയി. അപ്പൊ ലല്ലു എന്തുകൊണ്ടായിരിക്കും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പോലെ ഇടാത്തത്? ആദ്യം മുതലേ ഫസ്മിന ഇടുന്ന വീഡിയോസ് ചെയ്യാറില്ല, പിന്നെ കേസായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ അവരും, അതുകൊണ്ടായിരിക്കാം. സഫയ്ക്ക് ആരെങ്കിലും പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, ആരെയും പേടിയില്ല. മേനാസ് എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ഒരാളാണോ മേനസ്? ഈ അടുത്ത് മിനാന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു, അവളവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുട്ടിയായിട്ട് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പേടി, കാരണം അത്രയും ടൈറ്റുള്ള ലോക്ക് തല്ലി പൊട്ടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ അടിയത്തെ കുറ്റി തുറന്ന് കയറാൻ പറ്റും. അതൊരു ടെൻഷൻ. കുട്ടിയുള്ളതുകൊണ്ട് ഏറ്റവും ടെൻഷൻ, കുട്ടിക്കൊന്നും ആവരുത്. മീൻസ് മാനു ദേഷ്യം വന്ന മാനു അല്ല, മാനു എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദേഷ്യം വന്ന ഞാനല്ല അതെന്ന്, ആ ദേഷ്യം കാണിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് എറിഞ്ഞ എന്തെങ്കിലും അയക്കാനെ കുട്ടിക്ക് ബാധിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് ഏറ്റവും ടെൻഷൻ. മോനിപ്പോ എത്ര വയസ്സായി? ഇപ്പൊ 8 മാസം. 8 മാസമുള്ള മോനെയും കൊണ്ടിട്ടാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ? ഞാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മീൻസ് മാനു ഊബർ ഓടിക്കാൻ പോകുമ്പോഴൊക്കെ രാവിലെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കാറ്, അവന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് നോക്കാറ്. ഇപ്പൊ മാനു ഉള്ള സമയത്ത് കുറച്ചേരം ഒന്ന് കുട്ടീനെ കൊടുത്ത് ഒന്ന് നോക്കുന്ന പറഞ്ഞാൽ പറയും, നീ ഒറ്റയ്ക്ക് ഉള്ളപ്പോ നീ എന്താക്കല് കൊച്ചിനെ, അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയും. മാനു ഉള്ളപ്പോഴും അങ്ങനെ ഹെൽപ്പ് ചെയ്ത് വന്ന് കുട്ടീനെ എടുക്കാറോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടെല്ലാം ഞാൻ അഡ്ജസ്റ്റബിൾ ആണ്. ഞാൻ വ്ളോഗ് ഇടുമ്പോഴും രാവിലെ തൊട്ട് രാത്രി വരെ കുട്ടിയായിട്ട് ഒറ്റയ്ക്കുള്ളപ്പോൾ എല്ലാവരും പറയും മാനു ഉണ്ടായിട്ട് പോലും മാനു എന്തോന്ന് കൊച്ചിനെ എടുക്കാത്തെന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് പേര്. അഡ്ജസ്റ്റബിൾ ആയി. ഈ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരോട് സഫയ്ക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് ഇപ്പൊ അതല്ലേ പറയാനും പറ്റുള്ളൂ. ഇപ്പൊ അത് ഓരോരുത്തർ പറയണ അനുസരിച്ചല്ലേ അവർക്കും. നമ്മളാണെങ്കിലും ഇപ്പൊ ഒരാളുടെ വീഡിയോ ഇന്നതുപോലെ നടന്നു എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കും. അതന്നെയാണ് ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ. മനുഷ്യന്മാരല്ലേ. ഇനി മുന്നോട്ട് എങ്ങനെ പോവാനാണ് സഫയുടെ പ്ലാന്? ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ ഇവിടെ വരെ പോകുന്ന നോക്കാം. കുട്ടിയായിട്ട് തന്നെ നല്ല രീതിക്ക് മൈനാസിനെ കൊടുക്കാനുള്ളൊരു ലൈക്ക് ഇതിന്റെ സത്യാവസ്ഥ കൊടുക്കണം എന്നില്ല. എന്റെ ലൈഫിൽ എന്താണോ സത്യങ്ങൾ നടന്നിട്ടുള്ളത് അത് മാത്രം പറഞ്ഞുകൊണ്ട് അതിലെന്തെങ്കിലും റിഫാക്ക് പറ്റിയ അവസ്ഥ അതിലൂടെ പറയാൻ പറ്റിയെങ്കിൽ, എന്റെ അനുഭവത്തിലൂടെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ തോന്നുന്നുണ്ടോ ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ റിഫ അനുഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കും. കാരണം മെന്റലി നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ സഫയ്ക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നോ? പക്ഷെ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ആ സൂസൈഡ് എന്ന് പറഞ്ഞെങ്കിൽ പേടിയാണ്. എനിക്ക് പേടിയാ സത്യം പറഞ്ഞെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യൂലായിരിക്കാം. അബദ്ധത്തിൽ എന്തെങ്കിലും പറ്റിയാലേ ഉള്ളൂ, അല്ലാതെ ഞാൻ സൂസൈഡ് ചെയ്യൂല. ഇല്ല.
ഇത്രയും നാള് ഇപ്പൊ കുറെ നാള് ഒരുമിച്ച് ജീവിച്ചെന്നല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്ന റിഫനെ അല്ലെങ്കിൽ സഫേനെയും മെഹനാസിനെയും മാത്രമേ കാണുന്നുള്ളൂ. ചിരിച്ച് കളിച്ച് നല്ല എൻജോയ് ചെയ്ത് വീഡിയോസ് എടുക്കുന്ന ആൾക്കാരെ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതിന്റെ പുറകില് ഇങ്ങനെ ഒന്നുമല്ല കഥകള്. ശരിക്കും കുറെ നാൾ ഒരുമിച്ച് ജീവിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ഈ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയത് സഫ? എന്താ ഇപ്പൊ പറയാ, അതില് എന്താ നമ്മളത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു സംഭവം എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനാണ് പിന്നെ വലിഞ്ഞു പോവാറ്. എന്ത് മാനോ തെറ്റ് ചെയ്താൽ പോലും ഞാൻ പിന്നെയും ചെല്ലും. നമുക്ക് ലൈഫാണ്, ശരിയാക്കി എടുക്കണം എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ഇപ്രാവശ്യത്തിൽ എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമവും മെന്റലി ഞാൻ ഓക്കെ അല്ലാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. സിറ്റുവേഷൻ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും കുട്ടീനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ കുട്ടി എന്റെ കയ്യിലിരിക്കുമ്പോ തല്ലൂല. കുട്ടി അലറുമ്പോ, കുട്ടി കരയുമ്പോ ആ സൗണ്ട് എപ്പോഴും ഉണ്ട് എന്റെ ചെവിയില്. കൊച്ച് സൗണ്ട് ആക്കണം. അങ്ങനെ ഒരു സ്നേഹമുള്ള വാപ്പയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഇപ്പോൾ സഫ നേരത്തെ പറഞ്ഞു സഫയുടെ രണ്ടാമത്തെ വിവാഹമാണ് മെഹനാസ് എന്നുള്ളത്. ആദ്യത്തെ വിവാഹം എന്ത് പറ്റിയതായിരുന്നു? അത് കുറച്ച് ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. പേഴ്സണൽ ആയിട്ട് ഞാൻ പറയാൻ നിൽക്കുന്ന ആളല്ല, പറയുന്നില്ല. ഫാമിലി ഇഷ്യൂ പറഞ്ഞാൽ അത് ലീഗൽ ഡിവോഴ്സ് ആയിട്ടായിരുന്നു മെഹനാസിന്. ഇപ്പം ഈ മെഹനാസിന്റെ ഒരു ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, അങ്ങനെയാണ് കണക്ട് ആയിരുന്നത്. അപ്പം ഇപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം പറയുന്ന കാര്യങ്ങളും അതിന് മുന്നേ പ്രണയിക്കുന്ന ടൈമിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഓരോ ഡിഫറൻസ് എന്തായിരുന്നു? ഈ കെയറിങ്, കൂടുതലുള്ള കെയറിങ്. ആദ്യമൊക്കെ എപ്പോഴും വിളിച്ചിട്ട് മീൻസ് ഞാൻ വർക്ക് കഴിഞ്ഞ് നൈറ്റ് ആയിട്ടൊക്കെ വരാറ്. ആ സമയത്തൊക്കെ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു കെയറിങ് കാര്യങ്ങളും മാരേജിന് ശേഷം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഇപ്പം പ്രണയിക്കുന്ന സമയത്ത് സഫ റിഫാനെ കുറിച്ച് ചോദിച്ചിട്ടില്ലേ? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ അപ്പോഴുള്ള കാര്യങ്ങൾ, റിഫാക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് പുള്ളിനെ നല്ല തളർത്തി. അപ്പോൾ ഇതുപോലെ ദുബായില് റിഫ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയായിട്ടായിരുന്നു റിലേഷൻ, പേര് പറയുന്നില്ല. അപ്പൊ ആ ഒരു വ്യക്തി ദുബായിൽ വെച്ച് ഇവളെ മീറ്റ് ചെയ്തു എന്നൊക്കെയാണ് മാന് പറയുന്നത്. ചിലപ്പോൾ അവൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. മേ ബി അതായിരിക്കാം സൂസൈഡിനുള്ള കാരണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ മെഹനാസ് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ മെഹനാസിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവം ആയാലും ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ടില്ല. അവര് നല്ല രീതിക്കായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ സഫയ്ക്ക് മെഹനാസിനോട് തോന്നിയ ഒരു ഇഷ്ടം എന്തായിരുന്നു? ഒരു സഹതാപമായിരുന്നോ? സഹതാപം ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ചെക്കനെ, അതായത് തെറ്റ് ചെയ്യാണ്ട് കുറ്റക്കാരനായി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. അപ്പോഴും വീട്ടുകാരൊക്കെയും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെയും വിചാരിച്ചുകൊണ്ടിരുന്നത് മെഹനാസ് ആണ് അതിന് കാരണം. കൂടെയുള്ള ഭാര്യ സൂസൈഡ് ചെയ്യണമെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കണമല്ലോ കാരണം. അപ്പൊ വീട്ടുകാരിങ്ങനെ ഒരു കാര്യം വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്രോച്ച് എന്തായിരുന്നു? വീട്ടുകാർ പറഞ്ഞായിരുന്നു. വാപ്സിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഇൻഫ്ലുവൻസസിനൊന്നും അറിയില്ല. ഉമ്മച്ചിക്ക് അറിയായിരുന്നു. ഉമ്മച്ചി പറഞ്ഞു. ഉമ്മച്ചിക്ക് വലിയ താല്പര്യം ഉമ്മച്ചി പറഞ്ഞില്ല. ഇതുപോലൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്, താല്പര്യം കാണിച്ചില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ സമ്മതിച്ചു, അത്രയാണ്. അത് സഫയുടെ രണ്ടാം വിവാഹം കൂടി ആയതുകൊണ്ടാണോ ഒരു കാര്യത്തില് സമ്മതിച്ചതും? പറയാൻ പറ്റില്ല, മേ ബി ആയിരിക്കാം. അപ്പോ ഈ മെഹനാസിന്റെ ഫാമിലി ആയിട്ട് സഫയ്ക്ക് ബന്ധം ഉണ്ടായിരുന്നില്ലേ മുന്നോ? ലൈക്ക് കല്യാണത്തിന് ശേഷം ബന്ധമുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടൊക്കെ. ഞാൻ പ്രഗ്നന്റ് ആയപ്പോ ഉമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു. അവരെങ്ങനെയായിരുന്നു? അവിടെ ഉപ്പ നല്ല ഒരു ഉപ്പയാണ്. എന്തേലും മേനു തെറ്റുണ്ടെങ്കിൽ പോലും അതെല്ലാം ശാസിച്ചിതാക്കുന്ന ഒരു വ്യക്തിയാണ് ഉപ്പ. ഉപ്പാനോട് എനിക്ക് അന്നൊന്നും ബഹുമാനം. ഈ ഒരു പ്രശ്നം നടന്നിട്ടോളൂ എനിക്ക് ഉപ്പാനെ വിളിച്ച് പറയാൻ പറ്റിയിട്ടില്ല. കാരണം ആ വ്യക്തിനെ എനിക്ക് സങ്കടപ്പെടുത്താൻ ഇഷ്ടമല്ല. കാരണം മേനു കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും ഉപ്പയൊക്കെ. ഉള്ള സ്വത്ത് മൊത്തം മേനോടെ കേസിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഉപ്പാന്റെ അടുത്ത് പറയുമ്പോ എനിക്ക് എന്തോ ഒരു വിഷമം ഉണ്ട്. ഉപ്പാനെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ കേസൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും ഉപ്പ അറിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഉപ്പായോ ആ വീട്ടിൽ വിളിച്ചില്ല, ഉമ്മ വിളിച്ചായിരുന്നു ഇന്നലെ. ഉമ്മ വിളിച്ചിട്ട് സഫയുടെ കൂടെ തന്നെയാണോ നിന്നത്? ഉമ്മ നിന്നതെന്ന് പറഞ്ഞാലും മേനോടെ ക്യാരക്ടർ അറിയാം. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഉമ്മാക്ക് അറിയാവുന്നതല്ലേ, എത്ര ചെയ്തിട്ടും ഞാൻ അത്രയും പുറകെ നടന്ന് ഇതാക്കിയിട്ട് ഉമ്മാക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോ ഉമ്മ അതൊക്കെ ശരിയാണ്, പക്ഷെ കേസായിട്ട് പോണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മളല്ലേ ഇടങ്ങേറാവണത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നിട്ട് മാനു സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇടുന്നത് ഉമ്മ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ മോളെ, നമ്മ എന്താ ചെയ്യല് എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ വിഷമം പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പും മെഹനാസിന്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെ ആയിരുന്നോ? മുന്നേ നമ്മള് കണ്ടുമുട്ടി പരിചയപ്പെട്ട സമയത്ത് ഈ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, എന്റെ മുന്നത്തെ ഹസ്ബൻഡ് എന്നെ ഒരു പിച്ചിട്ട് പോലും എന്നെ ദേഹത്ത് നോവിച്ചിട്ടില്ല. ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ എന്നെ
നോവിച്ചിട്ടില്ല, എന്റെ ശരീരഭാഗത്ത് ഒരു നോവിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വെച്ചിട്ട് ഇതിലേക്ക് വരുമ്പോ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടല്ലോ. നമുക്ക് ആദ്യത്തെ അനുഭവം, എന്റെ വാപ്ചി പോലും നമ്മളെ തല്ലിയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു തല്ല് ഉണ്ടായിട്ടില്ല, കിട്ടിയിട്ടില്ല. അപ്പൊ ഏത് സമയം മുതലാ സഫയ്ക്ക് ഇങ്ങനെ ഉപദ്രവം അല്ലെങ്കിൽ ശാരീരികമായിട്ടൊരു ഉപദ്രവം വന്നു തുടങ്ങിയത്? നമ്മള് ഒറ്റക്ക് താമസിച്ചോണ്ടിരുന്ന ഫസ്റ്റ് ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു ഇഷ്യൂവിനാണ് മാനു തല്ലി തുടങ്ങിയത്. സത്യം പറഞ്ഞെങ്കിൽ അന്ന് തൊട്ട് പിന്നെ തല്ലി തുടങ്ങിയപ്പോ പിന്നെ ശീലായി. അത് കല്യാണം കഴിഞ്ഞ് എത്ര നാളായിട്ടായിരിക്കും? അധികമായിട്ടുണ്ടാവണമെന്നില്ല, ഒരു 1-2 മാസത്തില്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഇപ്പൊ 2 വർഷം ആവണു, ഏപ്രിലിൽ വരുമ്പോ 2 വർഷം ആവുന്നു. ഇപ്പൊ 2 വർഷത്തിനുള്ളിൽ 2 വർഷം എടുത്ത ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാനാണോ? ഇപ്പോഴും എന്ത് ക്യാരക്ടർ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഈ അടുത്ത് വരെ പ്രശ്നം നടക്കുമ്പോ ഇടക്ക് വിളിച്ചിട്ട് കരയും, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോ ദേഷ്യപ്പെടും, നിനക്ക് ഞാൻ കാണിച്ചരാടി, നീ ഇന്ന് അറിയൂ എന്റെ സ്വഭാവം എന്താ, അങ്ങനെ പറയും. കുറച്ച് കഴിയുമ്പോ വേറൊരു സ്വഭാവം, അങ്ങനെ പെട്ടെന്ന് ക്യാരക്ടർ മാറുന്ന ഒരു വ്യക്തി. എന്ത് ക്യാരക്ടർ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, മനസ്സിലാവുന്നില്ല. അപ്പോൾ റിഫയുടെ കാര്യം ഇങ്ങനെ സഫേനോട് പറയുമ്പോൾ സഫ ഇപ്പം സ്നേഹം കൊണ്ടിട്ട് അതൊക്കെ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, സഫ കണ്ടിട്ടുണ്ടാവും. അതൊന്നും മെഹനാസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ യൂട്യൂബിൽ ആകെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ, ജംഷാദ് തോണ്ടുന്ന ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് മാനുവടുത്ത് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ ആ സമയത്ത് മാനു പറഞ്ഞത് റിഫാന്റെ ഫ്രണ്ടാണ് ഈ ജംഷാദ് എന്ന്. അപ്പോ മാനുവിന് ഇഷ്ടമല്ല ജംഷാദ് ഇവർ കൂടെ, ഒരു 2 റൂമിലായിട്ട് ഇവർ താമസിച്ചത് ദുബായില്. അപ്പൊ ജംഷാദ് കൂടെ താമസിക്കുന്നത് മാനുവിന് ഇഷ്ടമല്ലായിരുന്നു. അതായത് ജംഷാദും റിഫയും ഒരുമിച്ച് താമസിച്ചോ? ജംഷാദ് റിഫയും മാനു റിഫയും 3 പേരും ഒരുമിച്ച് ഒരു അപ്പാർട്ട്മെന്റ് പോലെ ഒരു ഇതില് 2 BHK പോലത്തെ ഒരു 2 റൂമിലാണ് ഇവര് താമസിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് ഇതുപോലെ മാനുവിന് ഇഷ്ടമല്ല ജംഷാദിന് ഇങ്ങനെ റൂമിൽ കാണുന്നതൊന്നും ഇഷ്ടമല്ല. ഇവളുടെ ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ഇവളോട് തോണ്ടിയപ്പോ ഇവള് മനഃപൂർവ്വം പറയാത്തതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ആ ഒരു തോണ്ടിയ കേസ് പറഞ്ഞത്. പിന്നെ തല്ലിയ കേസൊക്കെ ചോദിക്കുമ്പോ അതൊക്കെ അവള് ചിലപ്പോ വെറുതെ പറഞ്ഞതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചോദിക്കാൻ അയാൾ ഈ ലോകത്തില്ലല്ലോ. അതെ. ഈ ഒരു മരണം അറിഞ്ഞപ്പോ, അല്ലെങ്കിൽ നമ്മളിപ്പം ഇത്തരത്തില് നാസിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ കണ്ടപ്പം സഫയ്ക്ക് എന്താ തോന്നിയിരുന്നത്? ഞാൻ ആ സമയത്ത് എന്റെ എക്സ് ഹസ്ബൻഡിന്റെ വീട്ടിൽ 2021 ഞങ്ങളുടെ മാരേജ് 2021. ആ സമയത്ത് ഞാൻ ഇത് TV കാണുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഓർത്തു, ചെറിയ പെണ്ണ്, കുട്ടി ഉണ്ടെന്ന് പോലെ കണ്ടിട്ട് തോന്നിയില്ല. ആ ഒരു പെണ്ണ് എന്തിനായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവാ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ലൈഫ് തുടർന്ന് തന്നെ ഉള്ളൂ, അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴും ആള് എന്റെ കൂടെ വരും എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. കെട്ടിക്കഴിഞ്ഞ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഉപദ്രവം തുടങ്ങിയ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? നമ്മൾ വേർപിരിയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എല്ലാം ക്ഷമിച്ചു. ഞാൻ പിന്നെയും പുറകെ പോയിരുന്നു. അത്രയും കരഞ്ഞാണെങ്കിലും ഞാൻ പുറകെ പോകും. അതിനെ തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ അത്രയും ക്ഷമിച്ചിട്ട് ഞാൻ നിന്ന ഒരാളാണ്. ഇങ്ങനെ ഞാൻ ഇത്ര ബോൾഡായിട്ട് ഞാൻ നിൽക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. കുട്ടീനെ ഓർത്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. കുട്ടിക്ക് ഒരു ട്രോമ വരരുത് ലൈഫിൽ. അതിപ്പോ വാപ്പില്ലെങ്കിൽ അത്രേ ഉള്ളൂ, പക്ഷെ ലൈഫിൽ ഒരു ട്രോമ വരരുത് എൻ്റെ മോനിക്ക്. ഇപ്പൊ ആണെങ്കിൽ പോലെ ഞാൻ ഫ്രണ്ട്സും, ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട്, അപ്പൊ അവളായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് ചുമ്മാ വാക്ക് തർക്കായ പോലെ എൻ്റെ മോൻ അലറും ആ ഒരു സൗണ്ട് കേട്ടിട്ട്. അതാണ് ആ ഒരു ഇത് വരരുത് എൻ്റെ മോനിക്ക് ഇനി ലൈഫില്. ഇതിന് ശേഷം ഫാമിലി ആയിട്ട്, മെഹനാസിന്റെ ഫാമിലി ആയിട്ട് സഫ അറ്റാച്ച്ഡ് ആയതിനു ശേഷം എന്തെങ്കിലും ഒരു കാര്യം റിഫയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നോ വീട്ടില്? മെഹനാസിനോട് അല്ലാതെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഉമ്മയായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പൊ ഉമ്മ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഉമ്മ പറഞ്ഞത് ഇതുപോലെ റിഫക്ക് തെറ്റി പറ്റിയിട്ടുണ്ട്, റിഫ ഉമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എനിക്ക് തെറ്റി പറ്റി എന്നൊരു വാർത്ത ഉമ്മടുത്ത് പറഞ്ഞെന്നാ പറഞ്ഞെ. പിന്നെ റിഫ ഇതുപോലെ ഫോൺ വിളിക്കണതൊക്കെ ഉമ്മ കണ്ടെന്നാ പറഞ്ഞെ. അവര് അതുപോലെയാണ് റിഫാനെ നോക്കിയെന്നും പറഞ്ഞിട്ടുണ്ട്. സത്യം നമുക്കറിയില്ല, ഇത് കേട്ടില്ല, ഞാൻ കേട്ടതാണ്. ഒരു ഉമ്മ പറയുമ്പോ നമ്മെല്ലാം വിശ്വസിക്കുമല്ലോ. അങ്ങനെല്ലാം ഞാൻ കേട്ടു, അത്ര തന്നെ. ഉമ്മ മാത്രം ഇതിനെപ്പറ്റി കൂടുതൽ പറയാറുള്ളൂ, വേറെ ആരായിട്ടാ സംസാരിക്കാറില്ല. അല്ല, ഈ ഒരു ബന്ധം വരുമ്പോ ഇപ്പൊ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നാലും ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നായാലും ഇങ്ങനെ ഒരു കോളോ അല്ലെങ്കിൽ കാര്യങ്ങളോ സഫയോട് ചോദിക്കില്ലേ, അവൻ അത്തരത്തിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ? ഇത് നമ്മുടെ വീട്ടില് പറഞ്ഞ് പെട്ടെന്ന് ഉറപ്പിക്കുക, അങ്ങനത്തെ ഉള്ള രീതിയായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ അതിനുശേഷം അറിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ച് സംസാരിക്കണം. അല്ലാതെ കല്യാണത്തിന് ശേഷം ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായോ? ഇഷ്ടംപോലെ. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവർക്കൊക്കെ പേടിയാവണമെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറെ ഫ്രണ്ട്സ്. ആ സമയത്തൊന്നും സഫയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ലല്ലേ? ആ സമയത്തൊന്നും തോന്നിയില്ല. ആ സമയത്ത് ക്യാരക്ടർ ചേഞ്ച് ആയിട്ടില്ല. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും അനുഭവിച്ചിട്ട് വന്ന് നിൽക്കുമ്പോ സഫയ്ക്ക് എന്താ തോന്നുന്നത്? റിഫ ചെയ്തതിൽ കാര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ റിഫയുടെ ഭാഗത്തൊന്നും തെറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോ തോന്നുന്നത് ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മുടെ പാർട്ട്ണർ നമ്മളോട് പെരുമാറണമെങ്കിൽ നമ്മള് സ്വാഭാവികം മേ ബി ഒരു റിലേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്.
അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് മാനുവിൻ്റെ. അപ്പൊ ഇതിന്റെ ഇടയിൽ സഫ ഏതെങ്കിലും റിലേഷനിലായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല ഇല്ല. മെഹനാസിന് അങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നു? റിലേഷൻ ഉണ്ടായിട്ടില്ല. മാൻ ഇതുപോലെ മെസ്സേജ് ഒക്കെ മുന്നേ അയക്കൊക്കെ ചെയ്യുമായിരുന്നു, കാണാൻ വരാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുമായിരുന്നു. അത് സഫ ചോദിച്ചിട്ടില്ല? അത് ചോദിച്ച് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുട്ടി ആയതിനു ശേഷം ഞാൻ ഫോണ് തുറക്കാനോ അതിനൊന്നും പോയിട്ടില്ല. ഫോണ് പാസ്വേഡ് ഇട്ടിട്ടാ വെക്കാറ്, ഞാൻ നോക്കാറില്ല. ഇതുപോലെ മുന്നേ ഫസ്മിനെ എന്നെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കുമല്ലോ, മീൻസ് അവള് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് ചെയ്യണ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഫസ്മിനായിട്ട് ഞാൻ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാനു എൻ്റെ അടുത്ത് പറഞ്ഞത്, അവളായിട്ട് നീ കമ്പനി വെക്കണ്ട, അവള് വേറെ കുറെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കമ്പനി വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാണ്ട് ഞാൻ പറയില്ല ഫസ്മിന അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തൊപ്പിന്റെ ഫ്രണ്ടാന്ന് തോന്നുന്നു, ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ച് എനിക്ക് റെക്കോർഡ് കേൾപ്പിച്ചു തന്നു. ഫസ്മിനായുടെ അടുത്ത് കൂടണ്ടെന്ന് പറഞ്ഞേക്ക്, തൊപ്പിട്ടിട്ട് പോയത് കുറെ കാരണങ്ങളുണ്ട്, അപ്പൊ അവളുടെ അടുത്തൊക്കെ അധികം കൂടണ്ട എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാനു. അത് എന്നിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ ഞാൻ ഫസ്മിന്റെ അടുത്ത് പറഞ്ഞു, മാനു വരെ നിന്റെ ക്യാരക്ടർ നീ ഇതൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞ ഒരാളാണ് മാനു, ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒരു കെട്ടായല്ലേ എന്ന് പറഞ്ഞു. മാനു അങ്ങനെ പറയൂല എന്നൊരു വാക്ക് പറഞ്ഞു ഫസ്മിന. ആയിക്കോട്ടെ, ഓക്കെ. ശരിക്കും ഫസ്മിനയുടെ ക്യാരക്ടർ ചോദിച്ചാല് എങ്ങനെ പറയും? ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞെങ്കിൽ. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ. എങ്ങനെയാണ് ഒരാള് ഇങ്ങനത്തെ ഒരു പാർട്ട്ണറെ കൊണ്ടു നടക്കണേന്ന് എനിക്കറിയില്ല. അതുപോലത്തെ ഒരു ക്യാരക്ടർ. വായ തുറന്ന ഈ അറിയാത്ത തെറിയില്ല വേണമെങ്കിൽ പറയാം. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളത് സത്യമാണോ? ഒരുപാട് ന്യൂസ് യൂട്യൂബിലൊക്കെ ഞാൻ പിന്നെ കണ്ടായിരുന്നു. അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ അവൾ അറിയുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു വിളിച്ചു, അവൾ ഇതുപോലെ ഇന്ന ബാറിലൊക്കെ പോയിട്ട് ഡ്രഗ്സ് ഡാൻസ് ഇതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ എന്നെ പറ്റി കുറ്റം പറയുമ്പോൾ എനിക്ക് ആ വോയിസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ തിരിച്ചിടാം. ഞാൻ ഈ കേസായിട്ട് പോണോണ്ടാണ് ഞാൻ അവിടെ അവളെ ഡിഗ്രേഡ് ചെയ്യാം. നമ്മളെ പേഴ്സണൽ കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ല. ഒന്നെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ലല്ലുവായിട്ട് റിലേഷനിലെങ്കിൽ അവൾക്ക് ഇതിൽ എന്നെ എന്ത് വേണേലും തരം താഴ്ത്തി പറയാം. ഓക്കെ, ഇതിപ്പോ ഹസ്ബൻഡും അല്ല, ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ അത്രക്കും സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഈ കേസിന് ശേഷം ഇപ്പൊ ലല്ലു വിളിച്ചു, ലല്ലു ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് കേസിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ കാര്യങ്ങളല്ലാതെ ലല്ലു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നോ? വേറെ ഒന്നും പറഞ്ഞില്ല. ഞാനപ്പോ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളുടെ കൂടെ എങ്ങനെ നീ ജീവിച്ചു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതാണ് ഇവളുടെ ക്യാരക്ടർ. മീൻസ് കുറെ കാര്യങ്ങൾ ഇവരുടെ ഇടയിലും ഉണ്ട്, അവന്റെ കയ്യിലും കുറെ കാര്യങ്ങളും തെളിവുകളൊക്കെ ഉണ്ട്. പിന്നെ അവൻ ഇടാത്തത് അവനും കേസായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അവന് ആദ്യം മുന്നൊന്നും ഇല്ലല്ലോ, ഇവള് വന്നതിന് ശേഷമല്ലേ വന്നത്. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കാനും പുള്ളിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്, തരം താഴ്ത്താത്ത കൂടെ ജീവിച്ചൊരു പെണ്ണല്ലേ എന്നൊരു വാക്ക് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ലേ എന്തുകൊണ്ടായിരിക്കും എന്റെ പേര് ഇതിൽ വന്നത്? അല്ലെങ്കിൽ നമ്മള് സംസാരിച്ചായിരുന്നു. സ്വാഭാവികം ആ ഒരു ബാഗില് മീൻസ് ഇവന്റെ കാര്യങ്ങൾ വരുമ്പോ ഡൗട്ട് അടിക്കാം. അതാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ട് മീൻസ് ഫസ്മിന പറഞ്ഞൊരു സംഭവം ഉണ്ട്, നിങ്ങള് കിടന്നത് വരെ ഞാൻ വീഡിയോ ഇടുന്നു, അങ്ങനെ ഉണ്ടെങ്കിലല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. എന്നാ വീഡിയോ ഇടാനായി ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഇട്ടോളൂ, നോ പ്രോബ്ലം. ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാനും പാടൊന്നുമില്ലല്ലോ. അതും ശരിയാണ്. എന്നിട്ട് ഇപ്പൊ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയുള്ള വീഡിയോ കണ്ടപ്പോ പറഞ്ഞു സഫ് ഇത് ആണെന്ന് പറയണ്ടെന്ന്. കാരണം എനിക്കത് പറയേണ്ട ആവശ്യമില്ല, സത്യമുള്ളതാണ് ഞാൻ പറഞ്ഞു. എന്റെ ബോയ് ഫ്രണ്ടിനോടുള്ള വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ആ വീഡിയോ കണ്ടിട്ടുള്ള ബോയ് ഫ്രണ്ടിന്റെ ഇപ്പത്തെ വൈഫല്ല ഗേൾഫ്രണ്ട്, അവര് നിക്കാഹ് ചെയ്യാൻ പോവാണ്, വീട്ടിലൊക്കെ അറിയാം. അപ്പൊ അവള് വിളിച്ചിട്ട് കുറച്ച് സങ്കടം പറഞ്ഞായിരുന്നു. നമ്മുടെ ലൈഫിനെ ബാധിക്കൂലേ, നിങ്ങളുടെ പാസ്റ്റ് കാര്യം എനിക്കും അറിയാവുന്നതാണ്, മാനുവിനും അറിയാവുന്നതാണ്, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത്. ഞാൻ പറയും ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഇടുന്നത് ഇന്ന ആളാണ്, നീ അവരെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാളുടെ നമ്പർ കൊടുത്തു. മാനാസിന്റെ ഫസ്മിനയുടെ നമ്പർ ഞാൻ കൊടുത്തു. നിങ്ങൾ വിളിച്ചെന്നാലും സംസാരിച്ചോ, ഇതിൽ എനിക്ക് പങ്കില്ല, എനിക്കൊന്നും പറയാൻ പറ്റൂല, ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തണേന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. എന്നാലും ഫസ്മിനയ്ക്ക് എന്തായിരിക്കും അത്ര നാളൊരു കൂട്ടുകാരിയായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഫസ്മിനയ്ക്ക് സഫേനോട് എന്തായിരിക്കും ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് വരാനുള്ളൊരു? മേ ബി അവൾക്ക് ചിലപ്പോ ലല്ലുവായിട്ട് പിരിഞ്ഞാലും ഒരു ഹസ്ബൻഡ് വേറൊരു പെണ്ണായിട്ട് പോകുമ്പോ ഒരു ഇതുണ്ടാവുമല്ലോ. മേ ബി അത് വെച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്റെ മാത്രമല്ല, ഇതിനു മുന്നേ കുറെ പേരായിട്ട് മെസ്സേജുകൾ വരെ ഇട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവരുടെ ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡായിട്ട് ഡിവോഴ്സ് ആയത്, ഞാൻ പുള്ളിനെ പറ്റി അവിടെ പറയാനും വന്നിട്ടില്ല, ഞാൻ ഒന്നിനും നിൽക്കാത്തൊരു വ്യക്തി. അത് അവിടെ കഴിഞ്ഞു, ആ ലൈഫ് അവിടെ കഴിഞ്ഞത് പാസ്റ്റ് ആയി. അതുപോലെ ഒന്ന് ഇവൾക്ക് കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കാം, അത് പാസ്റ്റ് ആയി മീൻസ് അവർ ഹസ്ബൻഡായിട്ട് ഡിവോഴ്സ് ആയി, അവരുടെ ലൈഫിൽ ഇനി ഒരു മീൻസ് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പറയാം.
ഇന്ന കാരണം കൊണ്ട് നമ്മൾ പിരിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് സോഷ്യൽ മീഡിയ പറയാം. പക്ഷെ അത് തൊട്ടിട്ട് ഇങ്ങനെ ഒരാളെ ചൂഷണം ചെയ്യേണ്ട ഒരു കാര്യമില്ല, അതിനുള്ള റൈറ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഉറപ്പായിട്ടും. അപ്പോ ഇപ്പൊ ലല്ലുവായിട്ട് കോണ്ടാക്ട് വെച്ചതിന് ശേഷം ഇപ്പൊ ഈ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഈ കേസിന് വേണ്ടിട്ട് ലല്ലുവായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടല്ലോ. അപ്പൊ ലല്ലുവിന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു സഫയ്ക്ക് മനസ്സിലായത്? ഇതുവരെ ഓക്കെ ആണ്, കുഴപ്പമില്ല. അവന്റെ സിറ്റുവേഷനുകൾ ഞാൻ ഒരു ഇതൊക്കെ കുറെ കേട്ടു. അപ്പൊ ഇവളുടെ ക്യാരക്ടർ ഇപ്പൊ എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് വിശ്വസിക്കാവുന്നുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് ഇറങ്ങിയപ്പോ ലല്ലുവിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവനിക്കിപ്പൊ ഇത് കേട്ട് അവനിക്ക് ശീലായി. ഞാൻ പെട്ടെന്ന് എനിക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോ എനിക്ക് കുറച്ച് ഞാനൊന്ന് ഡൗൺ ആയിപ്പോയി. പക്ഷെ അവനിക്ക് ഇത് പിന്നെ ഫസ്റ്റ് തൊട്ടേ ഇട്ടിട്ട് അവനിക്ക് അത് ശീലായിപ്പോയി. അതുകൊണ്ട് അവനക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ അവന്റെ ഫാമിലി ഉമ്മ ഒക്കെ ഭയങ്കര സങ്കടം, എന്നെ വിളിച്ചിട്ടും കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മയുടെ അവസ്ഥ ആലോചിക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. ഒന്നും അറിയാത്ത ഒരാളെ ഇതിൽ വീണ്ടും അതുപോലെ ആയിപ്പോയി. ഉമ്മ പറഞ്ഞു കെട്ടിച്ചു കൊടുത്താൽ നമ്മ ചെയ്ത തെറ്റ് ഇങ്ങനത്തെ ഒരു ആൾക്ക് എന്നൊക്കെ പറഞ്ഞു ഉമ്മ. അവർക്ക് ഇനി അതല്ലേ പറയാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ. അപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പം പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴും എല്ലാരും വിശ്വസിക്കുന്നത് സഫ ഒളിച്ചോടി എന്നുള്ള കാര്യമാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്, ആലുവയില്. നോക്കാം. അതെ നിങ്ങൾക്ക് എപ്പോഴേലും വന്ന് നോക്കാം. ലല്ലുവിന്റെ സ്ഥലത്തും കാണാം. അതെ. അപ്പൊ എനിവേ കേസ് കൊടുത്തു, സഫയുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ സഫയ്ക്ക് തന്നെ നീതി കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ കൊച്ചിനെ നന്നായിട്ട് നോക്ക്, കുഞ്ഞു മോനെ. അപ്പൊ അത് നന്നായിട്ട് നോക്ക്. ഈ പ്രായത്തിൽ നമുക്ക് സെയിം പ്രായമാണ്, നല്ലപോലെ ജീവിക്കാൻ നമുക്ക് ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നത് സംസാരിച്ചു.